ഹലോ. ജോണിച്ചായനല്ലേ? അതെ, ആരാണ്? ജോണിച്ച, ഞാൻ ലക്ഷ്മിയാ, ദേവന്റെ ഭാര്യ. ഞാൻ നാളെ അവിടെ വിസിറ്റിംഗിൽ വരുന്നുണ്ട്. എന്നെ ഒന്ന് എയർപോർട്ടിൽ നിന്ന് പിക്ക് ചെയ്യാമോ? എപ്പോഴാണ് ലാൻഡിങ്? നാളെ രാവിലെ 10 മണിക്കാ. ആ, ഞാൻ എത്താം. തീർച്ചയായും എത്താം. ദേവനും ഉണ്ടാവില്ലേ കൂടെ? ശേ, കട്ടായല്ല. ആരാ അച്ചായ? ആ, അത് നമ്മുടെ ദേവൻ്റെ ഭാര്യ. അവൾ നാളെ ഇവിടെ വരുന്നുണ്ടെന്ന്. അല്ല മേഴ്സി, ലക്ഷ്മി ദേവനെ കുറിച്ച് ഒന്നും പറഞ്ഞില്ലല്ലോ. കിടന്നുറങ്ങാൻ നോക്ക്. നാളെ ക്രിസ്മസാ, പള്ളി പോകാനുള്ളതാ. വന്നിട്ട് വേണം ഇനിയും കള്ളും കുടിച്ച് നടക്കാൻ. യാത്രയൊക്കെ സുഖമായിരുന്നോ ലക്ഷ്മി? അല്ല ലക്ഷ്മി, ദേവൻ എന്തിയേ? നാടും മണ്ണുമൊക്കെ നന്നായി പിടിച്ചു കാണുമല്ലേ? ഇനി വരുന്നില്ലേ? വരും. ദേവേട്ടന് ഞാൻ കൂടാതെ മറ്റൊരു സ്ത്രീയുമായി ബന്ധമുണ്ടായിരുന്നല്ലേ? അവർ ഗർഭിണിയായിരുന്നില്ലേ? പേടിക്കണ്ട, ദേവേട്ടനെല്ലാം പറഞ്ഞിട്ടുണ്ട്. എനിക്കൊന്ന് കാണാൻ പറ്റുമോ അവരെ? ഞാനെല്ലാം പറയാം. ദേവൻ ഇവിടെയാണ് താമസിച്ചിരുന്നത്. കീ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ അല്ലേ? കേട്ടോ ലക്ഷ്മി, ഒരു കാലത്ത് ഈ മുറിയായിരുന്നു ഞങ്ങളുടെ എല്ലാ വീക്കെൻഡിലും ഇവിടെ ഒത്തുകൂടും. പാട്ടും കൂത്തും അത്യാവശ്യത്തിന് കുറച്ചൊക്കെ മദ്യവും. അത്യാവശ്യത്തിന് ഒരൊറ്റ എണ്ണത്തിനും വെളിവുണ്ടാവില്ല ലക്ഷ്മി. നാട്ടിലെ പോലെ കൈലുമുണ്ടാണ് വേഷെങ്കി വീട്ടിൽ കയറി വരുമ്പോ ഉടുതുണി പോലും ഉണ്ടാവില്ല അച്ചായന്. ദേവൻ ആ സ്ത്രീയുമായി ബന്ധം തുടങ്ങിയപ്പോൾ മുതൽ പിന്നെ ഞങ്ങളാരും ഈ വഴി വരാതായി. കാതറിൻ എന്നായിരുന്നു അവരുടെ പേര്. ഇവിടെ ഏജൻസിയുടെ ചതിൽപ്പെട്ട് വന്ന ഒരു വീട്ടുജോലിക്കാരി. ഒരു പ്രത്യേക സാഹചര്യത്തിൽ ദേവൻ അവരെ രക്ഷിക്കുകയായിരുന്നു. എനിക്ക് ദേവേട്ടനോട് വെറുപ്പൊന്നുമില്ല മാസി. കല്യാണം കഴിഞ്ഞ ഒരു വർഷമായപ്പോഴായിരുന്നു ഞങ്ങളുടെ ജീവിതത്തിലെ ആദ്യത്തെ തിരിച്ചടി. എന്നെ വിധിയുടെ രൂപത്തിൽ ക്യാൻസർ പകുതിയും കീഴടക്കിയിരുന്നു. ദൈവത്തിൻ്റെ ആ തീരുമാനത്തിൽ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടത് 3 മാസം പ്രായമുള്ള ഞങ്ങളുടെ കുഞ്ഞിനെ ആയിരുന്നു. ഒരിക്കലും ഒരു അമ്മയാവാൻ കഴിയില്ല എന്നറിഞ്ഞിട്ടും 14 വർഷത്തെ ഞങ്ങളുടെ ദാമ്പത്യത്തിൽ ദേവേട്ടൻ എന്നെ വെറുത്തിട്ടില്ല. എന്നെ നെഞ്ചോടെ ചേർത്ത് പിടിച്ചിട്ടേ ഉള്ളൂ. കരയാതെ ലക്ഷ്മി. അല്ല, പറഞ്ഞില്ലല്ലോ ഇതുവരെ ദേവൻ എന്താ വരാഞ്ഞതെന്ന്. ദേവേട്ടൻ ഇനി ഒരിക്കലും ഇങ്ങോട്ട് വരില്ല ജോൺച്ചാൻ പറഞ്ഞതാ ശരി. ദേവേട്ടൻ ആ മണ്ണും നാടും അങ്ങ് ഇഷ്ടപ്പെട്ടു പോയി. ഇവിടെ നിന്നും വന്നേ പിന്നെ സ്ഥിരം മദ്യപാനമായിരുന്നു. എന്തോ കടുത്ത വിഷമം ദേവേട്ടൻ്റെ ആളിട്ടുണ്ടായിരുന്നു. 1 മാസം മുമ്പ് ഒരു ആക്സിഡൻറ്റ് എൻ്റെ ദേവേട്ടൻ എന്നിൽ പെട്ടുപോയി. മരണക്കിടക്കയിൽ വെച്ച് എന്നോട് ഒന്നേ പറഞ്ഞുള്ളൂ, അവരെ കണ്ടുപിടിക്കണമെന്ന്. ഒരു ഏജൻസി വഴി ഞാൻ ഇവിടേക്കുള്ള വിസിറ്റ് വിസ സംഘടിപ്പിച്ചു. ദേവേട്ടൻ്റെ ഫോണിൽ നിന്നും ജോൺച്ചായൻ്റെ നമ്പറും. അവരെവിടെയുണ്ടെന്ന് പറഞ്ഞു തരുമോ ജോൺച്ച? എനിക്കവരെ കണ്ടുപിടിക്കണം. അല്ലെങ്കിൽ എൻ്റെ ദേവേട്ടൻ്റെ ആത്മാവിന് ശാന്തി കിട്ടില്ല. അത് പിന്നെ ദേവൻ നാട്ടിൽ പോണ സമയത്ത് എന്നെ കാണാൻ വന്നിരുന്നു. കാതറിനെ വീട്ടിൽ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. പക്ഷേ അല്ല, ആരത് ദേവനോ? ലക്ഷ്മിയൊക്കെ എന്നാ പറയുന്നു? ആ, സുഖം തന്നെ ജോണിച്ച. എനിക്കൊരു സഹായം വേണമായിരുന്നു. എന്ത് പറ്റി ദേവാ? നാട്ടിൽ നിന്ന് ലക്ഷ്മി വിളിച്ചിരുന്നു. അമ്മയെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുക. അറിയിക്കേണ്ടവരൊക്കെ അറിയിച്ചോളാനാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. ഓർമ്മ വരുമ്പോഴൊക്കെ എന്നെ വിളിച്ച് കരയുക. പക്ഷേ കാതറിൻ ഇപ്പോൾ തനിച്ചാക്കി പോകാൻ കഴിയില്ല. ഞാനൊരു 15 ദിവസത്തെ ലീവിന് പോയി വരാനാണ് ഉദ്ദേശിക്കുന്നത്. അതുവരെ
ദേവോ, ജോണിച്ച, പറ്റത്തില്ല. ഇവിടെ താമസിപ്പിക്കാൻ പറ്റത്തില്ല. മേഴ്സി ഒന്ന് പതുക്കെ പറ, ദേവൻ കേൾക്കും. ഒരു പനി വന്നാ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ ഒരു കാർഡ് പോലും ഇല്ല. അതിന് പോരാത്തതിന് പൂർണ്ണ ഗർഭിണിയും. അല്ല, ഒരാൾക്കൊരു വിഷമം വരുമ്പോൾ നിങ്ങൾ എന്നതായി പറയാൻ പോകുന്നേ? ഇത് ഇവിടെ നടക്കത്തില്ല ജോണിച്ച. പഴയ കാലമൊന്നുമല്ല, അന്യനാടാ. ഇച്ചായന് പറ്റത്തില്ലേ പറ, ഞാൻ പറഞ്ഞോളാം. വേണ്ട, ഞാൻ തന്നെ പറഞ്ഞോളാം. ഇവൾക്ക് ആരാണ് ദൈവം മേഴ്സി എന്ന് പേരിട്ടത്? ദേവോ, ഒരു കാര്യം മറന്നുപോയി. അടുത്ത ആഴ്ച കുട്ടികളും മേഴ്സിയും നാട്ടിലേക്ക് പോവാ. ഞാൻ ഒറ്റയ്ക്കേ ഉണ്ടാവൂ ഇവിടെ. അതൊന്നും സാരമില്ലടോ, ഞാൻ നോക്കിക്കൊണ്ട് വരാം. എന്നാ പിന്നെ ദേവോ, എന്നോട് വിഷമമൊന്നും തോന്നരുത്. മേഴ്സി, ഞാനെന്നാ ശരി. എന്നാൽ അന്നാണ് ഞങ്ങൾ അവസാനമായി ദേവനെ കാണുന്നത്. അതിനുശേഷം ദേവനെ പറ്റി ഒരു വിവരവും ഉണ്ടായിരുന്നില്ല. സത്യത്തിൽ ദേവന്റെ മരണവും ഞങ്ങൾ അറിഞ്ഞിരുന്നില്ല. കാതറിന് എന്ത് സംഭവിച്ചുവെന്നും യാതൊരു നിശ്ചയവുമില്ല. അറിയില്ല ജോൺജ, എനിക്കവരെ കണ്ടുപിടിച്ചേ മതിയാവും. ഹാ, കരയാതെ ലക്ഷ്മി. മതി കരഞ്ഞത്. ഇന്നിനി ഇവിടെ തന്നെ നിൽക്കണ്ട. ഞങ്ങളുടെ കൂടെ പോന്നേര് നാളെ ഇങ്ങോട്ട് വരാം. വേണ്ട മാസി, ഈ വീട്ടിൽ എൻ്റെ ദേവേട്ടൻ്റെ ആത്മാവുണ്ടാവും. ഈ ചുമരുകൾക്ക് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടാവും. നിങ്ങൾ പൊയ്ക്കോ. അന്നാദ്യമായാണ് എൻ്റെ ക്യാമറ കണ്ണുകൾ വിശപ്പിൻ്റെ ആഴം അളന്നെടുത്തത്. ആ ഉദ്യാനത്തിൻ്റെ സൈഡ് ബെഞ്ചിൽ എന്നെയും കാത്തുന്ന പോലെ അവൾ ഇരിക്കുന്നുണ്ടായിരുന്നു. അവളുടെ വിഷമങ്ങൾ കേട്ടപ്പോൾ അവളെ അവിടെ ഉപേക്ഷിച്ച് പോരാൻ എനിക്ക് തോന്നിയില്ല. ഞാൻ അവളോട് ചോദിച്ചു, ധൈര്യമുണ്ടെങ്കിൽ കൂടെ പോന്നോളൂ. തൽക്കാലം കുറച്ചു ദിവസം ഒന്ന് ഇവിടെ താമസിക്കേ. ഞാനൊന്ന് അന്വേഷിക്കട്ടെ. ആ പിന്നെ അതാ റൂം, പോയി റെസ്റ്റ് എടുത്തോളൂ. നിന്റെ പേരെന്താ പറഞ്ഞേ? ആ, കാതറിൻ. കാതറിൻ, കാതറിൻ, നീ ഇവിടെ കിടന്നോ, ഞാൻ അവിടെ കിടന്നോളാം. ആ പിന്നെ ഞാനിവിടെ തനിച്ചാ താമസിക്കണേ. വൃത്തിയൊക്കെ കുറവാ. ആ ബെഡ്ഷീറ്റ് ഒന്ന് മാറ്റിക്കോ. ചിലപ്പോ നല്ല നാറ്റം ഉണ്ടാവും. ആ, നാട്ടി നടിച്ചതും വാറ്റ്, കുവൈറ്റി നടിച്ചതും വാറ്റ്. വാറ്റടിച്ച് കരള് പോയ പാവമെൻ്റെ നീറ്റ്.
അന്നു മുതൽ അക്ഷരാർത്ഥത്തിൽ ഞാൻ മാറുകയായിരുന്നു. ആ മാറ്റങ്ങൾ ഞാൻ തിരിച്ചറിയുന്നുണ്ടായിരുന്നു. എൻ്റെ അന്വേഷണത്തിൽ മനസ്സിലായി കഫീൽ ഖാദറിൻ്റെ പേരിൽ മോഷണക്കുറ്റത്തിന് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന്. ദിവസങ്ങൾ ഞങ്ങൾ തമ്മിലുള്ള അകലം കുറച്ചുകൊണ്ടേയിരുന്നു. അന്നൊരു ക്രിസ്മസ് രാവായിരുന്നു. കാതറിൻ, കാതറിൻ, ഹാപ്പി ക്രിസ്മസ്. തന്നെ പള്ളിയിൽ കൊണ്ടുപോകണമെന്ന് കരുതിയിരുന്നതാണ്. പക്ഷേ വെളിയിൽ നല്ല ചെക്കിങ്ങാ. പിന്നെ ദൈവത്തിനെ കാണാൻ എന്തിനാ കോടികൾ മുടക്കി പണിത അമ്പലവും പള്ളിയുമൊക്കെ? പരിശുദ്ധമായൊരു ഹൃദയം പോരെ? അന്നാദ്യമായി ഞങ്ങൾ എല്ലാ അർത്ഥത്തിലും ഒന്നായ നിമിഷം. എൻ്റെ ലക്ഷ്മിയോട് ആദ്യമായി ഞാൻ പൊറുക്കാനാവാത്ത തെറ്റ് ചെയ്തു. ഇന്നെന്നെ ഏറ്റവും സന്തോഷിപ്പിച്ച ദിവസമാണ്. ഇന്നാണ് ഞങ്ങൾ തിരിച്ചറിഞ്ഞത് ഞാൻ പകർന്ന ജീവൻ്റെ തുടിപ്പ് അവളുടെ ഉദരത്തിൽ തുടിക്കുവാൻ തുടങ്ങിയിട്ട് 2 മാസമായിരിക്കുന്നു എന്ന്. ആദ്യം തോന്നിയ എൻ്റെ സന്തോഷത്തിനധികം ആയുസ്സുണ്ടായിരുന്നില്ല. കാരണം നിയമം അംഗീകരിക്കാത്ത ഞങ്ങളുടെ ബന്ധം, ഖാദറിൻ്റെ ചികിത്സ എല്ലാം ഓർത്തപ്പോൾ ഞാൻ ആകെ തളർന്നുപോയി. പക്ഷേ എനിക്ക് ആലോചിക്കാൻ അധികം ഉണ്ടായിരുന്നില്ല. ഞാൻ തീരുമാനിച്ചു ഏത് പ്രതിസന്ധിയെയും തരണം ചെയ്യുമെന്ന്. കൺമണി കാണണം പൊന്മണി കണ്ണിൻ കണിയായി വാങ്ങി പൗർണമി തിങ്കൾ താരമായി കൈകളിലേന്താം തങ്കക്കുടമേ താരോലം. ഞങ്ങൾ ആസ്വദിക്കുകയായിരുന്നു ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും. ഞങ്ങളുടെ കുഞ്ഞിനായുള്ള കാത്തിരിപ്പിലൂടെ. ഈ മാസം ഡെലിവറി ഉണ്ടാകുമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. പക്ഷേ ലക്ഷ്മിയുടെ ആ ഫോൺ കോൾ, അമ്മയ്ക്ക് തീരെ സുഖമില്ല, എത്രയും പെട്ടെന്ന് വരണമെന്ന വാർത്തയുമായാണ് വന്നത്. கவலைப்படாதீங்க, உங்களுக்கு அம்மாவே பார்க்கணும்னா போயிட்டு வாங்க. നിന്നെ ഈ അവസ്ഥയിൽ ഇവിടെ തനിച്ചാക്കി? നോക്കട്ടെ, ജോണച്ചനോട് ഞാൻ ചോദിച്ചു നോക്കട്ടെ എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ പറ്റുമെന്ന്. ജോണിച്ചൻ കൂടി എന്നെ കൈവിട്ടപ്പോൾ ഞാൻ ആകെ തളർന്നു പോയി. പക്ഷേ മറ്റൊരിടം ഞാൻ ശരിയാക്കി. നാളെ ഞാൻ പോവുകയാണ് എനിക്ക് ജീവനേകിയ എൻ്റെ അമ്മയെ കാണാൻ. ഞാനേകിയ എൻ്റെ ജീവൻ്റെ തുടിപ്പേറുന്ന ഖാദറിനെ ഇവിടെ തനിച്ചാക്കി ഒരു 15 ദിവസത്തേക്ക്. எல்லா பொருளும் எடுத்து வச்சிருக்கேன். அங்க போய் சேர்ந்ததும் கண்டிப்பா என்ன கூப்பிடணும். കരയാതെ കരയാതെ കിടന്നോളൂ. നാളെ നേരത്തെ എഴുന്നേൽക്കേണ്ടതല്ലേ? ഹലോ ദേവേട്ടാ, ദേ നിങ്ങളുടെ ബിൽഡിങ്ങിൽ പോലീസ് ചെക്കിങ്ങിന് കയറിയിട്ടുണ്ട്. എന്ത്? என்னாச்சு தேவேட்டா, என்னாச்சு? താഴെ പോലീസ് ചെക്കിങ്. എനിക്കറിയില്ല എന്താ ചെയ്യേണ്ടത്. பயப்படாதீங்க, நாளைக்கு கண்டிப்பா உங்களுக்கு ஊருக்கு போக முடியும். தேவேட்டா,
இப்போ அங்கே வந்து என்னை பார்த்ததும் என்னை கூட கொண்டு போயிடுவாங்க. எனக்கு ஆதரவு கொடுத்ததுனால உங்களையும் பிடிச்சி கஷ்டப்படுத்துவாங்க. அங்க காலங்காலமா காத்திருக்கும் உங்க அம்மாவை நீங்க கண்டிப்பா பார்க்க போகணும். இல்லைன்னா கடவுள் கூட உங்களை மன்னிக்க மாட்டாரு. குடியா சீக்கிரம் நான் ஒரு தாய் ஆயிடுவேன். அதனால அவங்க என்ன ஒண்ணுமே செய்ய மாட்டாங்க. சரிங்க, நான் வெளியே போயிடுறேன். என்ன விட்டுருங்க. கவலைப்படாதீங்க, எனக்கும் நம்ம குழந்தைக்கும் ஒண்ணுமே ஆகாது. ஏன் தெரியுமா? என் குழந்தையோட அப்பா ரொம்ப நல்லவர். ഇന്ന് മറ്റൊരു ഡിസംബർ 25. ഈ തിരക്കിട്ട നാട്ടിൽ എനിക്കവരെ കണ്ടുപിടിക്കാൻ അസാധ്യമാകും. എങ്കിലും എനിക്കവരെ കണ്ടുപിടിച്ചേ മതിയാവും. കാരണം എൻ്റെ ദേവേട്ടൻ്റെ ആത്മാവിന് മോക്ഷം കിട്ടണമെങ്കിൽ ആ മകൻ അവൻ്റെ അച്ഛനുറങ്ങുന്ന മണ്ണിൽ കളിച്ചു വളരണം. ഇവിടെ പിടിച്ചു നിൽക്കണമെങ്കിൽ ഒരു ജോലി തരപ്പെടുത്തണം. പ്രപഞ്ച സത്യം എന്ന പോലെ ഒരു കാര്യം ഉറപ്പ്: അവിഹിതമായി നാം സമ്പാദിക്കുന്ന ഏതൊരു ബന്ധവും അവിഹിതമായി തന്നെ അവശേഷിക്കുന്നു. അത് ആത്മാർത്ഥ സ്നേഹമായാൽ പോലും. യെസ്, ഇല്ലീഗൽ വിൽ ഓൾവേസ് ബി ഇല്ലീഗൽ. ചെമ്പകമുട്ടുപോൽ ചന്ദനച്ചേലുമായി ചന്തം തികഞ്ഞൊരു മന്ദാരമായി നീ ചുണ്ടിലെ പുഞ്ചിരി പൂവിതൾ വാടാതെ ചാഞ്ചക്കം നെഞ്ചിൽ ചാച്ചിടാമച്ചൻ ചാഞ്ചക്കം നെഞ്ചിൽ ചാച്ചിടാമച്ചൻ ആരീരാരോ